ഹൈഫയിലെ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. മിസൈലുകളെ പലതിനെയും ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ അയൺ ഡോം അടക്കമുള്ള സുരക്ഷാ കവചങ്ങളെ മറികടന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ നഗരങ്ങളിലും പതിക്കുന്നുണ്ട്. വലിയ കെട്ടിടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ പാതി പിളർന്ന് നിലത്തേക്ക് വീഴുന്ന കാഴ്ചകളടക്കം വന്നതാണ്. പക്ഷേ മനുഷ്യനാശം പരമാവധി കുറയ്ക്കാൻ ഇസ്രായേലിന്റെ മുൻകരുതൽ നടപടികൾ കൊണ്ട് കഴിഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണ രീതി എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയി ലക്ഷ്യം ഭേദിക്കുന്ന ആക്രമണ രീതിയാണ് എങ്കിൽ ഇറാന്റേത് കൂട്ടമായ മിസൈൽ ആക്രമണമാണ്. അയൺ ഡോം അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൂട്ടമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ എപ്പോഴും നടത്താറുള്ളത്. അതിന് അവർക്ക് വൈദഗ്ധ്യമുണ്ട്, അതിനുള്ള ശേഷിയും സാങ്കേതിക ശേഷിയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടാക്രമണം നടക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം കെടുതികൾ അവിടെ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേലിൽ ആൾനാശം ഉണ്ടാവുക എന്നൊരു രീതി വളരെ വിരളമാണ്. പക്ഷേ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ജീവഹാനിയും ഉണ്ടായിട്ടുണ്ട്. അശ്വജിത്ത് സി ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം സമാധാനം ഉണ്ടാകട്ടെ എന്ന് ലോക നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായി ഇടപെടലൊന്നും ഒരു രാജ്യങ്ങളും ഇതുവരെ നടത്തുന്നില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് പുലർച്ചെയും ആക്രമണങ്ങൾ നടന്നല്ലോ. ദിവിഷ്, തീർച്ചയായും ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു റിസൾട്ട് അല്ല വരുന്നത്. ഇന്നും, അതായത് ഇന്ന് പുലർച്ചെയും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്സ് ഞാനൊന്ന് പങ്കുവയ്ക്കാം. അതായത് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ രാത്രിയിൽ മാത്രം, ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ മാത്രം 5 പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഒപ്പം നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്രായേലിൽ ഹൈഫ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഹൈഫ നഗരത്തിൽ ചെന്ന് പതിക്കുകയും അവിടെ വലിയ നാശമുണ്ടായി എന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഇറാനിലേക്ക് വന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമായിരുന്നു. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി അവിടെയും വലിയ ആൾനാശം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇറാനിൽ 240-ലേറെ പേർ മരിച്ചു എന്ന ഒരു കണക്ക് കൂടെ പുറത്തു വരുന്നു. ഇന്നലെ രാത്രിയും ആൾനാശവും ജീവഹാനിയും ഒപ്പം വലിയ കെട്ടിടങ്ങൾക്കൊക്കെ വലിയ നാശവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കൂട്ടിച്ചേർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു ഇന്റലിജൻസ് വിഭാഗം മേധാവി കഴിഞ്ഞ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ, അതിന്റെ ഒരു ഇന്റലിജൻസ് സെക്ഷന്റെ മേധാവി കൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു. സംഘർഷം അതിരൂക്ഷമാകുകയാണ്. ഇനി ഇടപെടലാണ് നിർണായകം. അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോ പാകിസ്ഥാൻ പാർലമെന്റിൽ ഒരു മന്ത്രി പാകിസ്ഥാനെ കൂടി ടാർഗറ്റ് ചെയ്യുമോ ഇസ്രായേൽ എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചതായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ആണവ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ആത്മവിശ്വാസ പ്രകടനം ഉണ്ടാകുന്നു. ഇങ്ങനെ മറ്റു രാജ്യങ്ങളും കൂടി ഈ സംഘർഷത്തിലേക്ക് വരികയാണോ? നമുക്ക് അങ്ങനെ ഒരു വലിയൊരു എല്ലാ രാജ്യങ്ങളും കൂടെ ഇൻവോൾവ് ആയി വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന് നിലവിൽ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഇത് കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇതിന് മുൻപുണ്ടായപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സ്വാഭാവികമായത് അടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ നിലപാടും അമേരിക്കയുടെ ഒരു ആക്ഷനും നിർണായകമാണ്. ഇന്ന് ട്രംപിന്റെ ഒടുവിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ട്രംപ് പറയുന്നത് ഇവർ രണ്ടുപേരും തന്നെ, അതായത് ഇസ്രായേലും ഇറാനും ചർച്ചയിൽ കൂടെ പെട്ടെന്നൊരു ഡീൽ ഉണ്ടാക്കണമെന്ന ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായില്ലെങ്കിൽ അമേരിക്ക കൂടെ ഇടപെടാം എന്ന സ്വരമാണ് ട്രംപിൻ്റെത്. എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ബൈറ്റ് വാക്കുകളൊന്ന് കേട്ടുവരാൻ തോന്നുന്നു. ശരി, അത് കേൾക്കാം. Well, we get along very well, and I will tell you that I think I have great respect for each other. Well, I hope there's going to be a deal. I think it's time for a deal, and we'll see what happens. But sometimes they have to fight it out, but we're going to see what happens. I think there's a good chance there'll be a deal. We do, yeah. Thank you very much, everybody.